നാട്ടുകാർക്കറിയാം ഇവിടെ നമ്മളാണ് താമസിക്കുന്നത്. അല്ലാതെ പുതിയതായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ കുറേ കാട് പിടിച്ച് ഒരു പറമ്പ് കിടക്കുവാണെന്ന് തോന്നുള്ളൂ. എല്ലാ വർഷവും ഇങ്ങനെ ഡിസംബർ ആകുമ്പോഴത്തേക്കും ഇവിടെ ഞങ്ങളുടെ ഫാമിലി എല്ലാം കൂടി ഇങ്ങനെ ആർട്ട് വർക്കുകൾ ചെയ്ത് വെക്കാറുണ്ട്. ഞങ്ങളുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം എത്ര വേനൽക്കാലത്തും ഇതിൻ്റെ അകത്തൊരു ഒരു ഒരു തണുപ്പ് നിൽക്കും. ഒരു മാർച്ച് ആകുമ്പോഴത്തേക്കും ഞങ്ങളുടെ വീടിൻ്റെ കളറെന്ന് പറഞ്ഞാൽ മഞ്ഞയാണ്. ഡിസംബർ ആകുമ്പം ഞങ്ങളുടെ വീടിൻ്റെ കളറെന്ന് പറഞ്ഞാൽ വെള്ളയാണ്. അത് ഈ ചെടികളുടെ പൂക്കൾ ഉണ്ടാകുന്നതിനനുസരിച്ചാണ് കളറ് മാറ്റം സംഭവിക്കുന്നത്. പത്തനംതിട്ടയിലെ വെട്ടൂർ വഴി പോയപ്പോഴാണ് ഇവിടെ സാന്താക്ലോസിനെയും സൈക്കിളും ക്രിസ്മസ് ട്രീയൊക്കെ വെച്ച് മനോഹരമായി വഴിയരികിൽ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. ഏതായാലും കുറച്ച് ആളുകളൊക്കെ ഇവിടെ നിന്ന് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. ഈ വഴിയരികിൽ ആരാണ് ഇത് ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്? ഇത് ഞങ്ങളുടെ പ്രിൻസ് ആണ്. ഞങ്ങളെ സ്നേഹത്തോടെ പ്രിൻസ് എന്നാണ് വിളിക്കുന്നത്. ഇതിനകത്ത് അതിവിശാലമായിട്ട് നിങ്ങൾക്ക് ഇതൊരു വീടാണോ? അതെ അതെ അതെ, കാടി മൂട് കിടക്കുന്ന വീടെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇതിനകത്താണ് എങ്ങനെയോ കയറുന്നത്? എങ്ങനെയോ ഇത് വീട് തന്നെ നമുക്ക് കയറാം. വന്നോട്ടോ. വഴിയുണ്ടോ? ഇത് മനസ്സിലാകത്തില്ലല്ലോ വീടാണെന്ന്. അതെ 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 അതെ, എന്നാ പരിചയപ്പെടുത്തുവോ അവരെ? തീർച്ചയായിട്ടും വന്നാട്ടെ. ഞങ്ങളിങ്ങനെ പോയപ്പോൾ വഴിയരികിൽ സാന്താക്ലോസിനെയും സൈക്കിളും ഒക്കെ കണ്ടപ്പോഴത്തേനാണ് ഇവിടെ ഒരു വീടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. നിങ്ങൾ ആണ് ഇവിടെ താമസിക്കുന്നത്? അതെ അതെ, ഞങ്ങളാണ് ഈ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ. പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു കാടാണ്. തീർച്ചയായിട്ടും പുറമേ നിന്ന് ഇപ്പം ഇവിടെ നമ്മുടെ നാട്ടുകാർക്കറിയാം ഇവിടെ നമ്മളാണ് താമസിക്കുന്നത്. അല്ലാതെ പുതിയതായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ കുറേ കാട് പിടിച്ച് ഒരു പറമ്പ് കിടക്കുവാണെന്ന് തോന്നുള്ളൂ. അങ്ങനെ അപ്പോൾ ഏതായാലും മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട്. ക്രിസ്മസിനെ വരവേൽക്കുന്നതിന് വേണ്ടി എല്ലാവരും കൂടെ ചേർന്നാണോ ചെയ്തത്? അതെ, ഞങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ ഡിസംബർ ആകുമ്പോഴത്തേക്കും ഇവിടെ ഞങ്ങളുടെ ഫാമിലി എല്ലാം കൂടി ഇങ്ങനെ ആർട്ട് വർക്കുകൾ ചെയ്ത് വെക്കാറുണ്ട്. അതായത് നമ്മുടെ നാട്ടുകാരെ ചോദിക്കും, ഒരു ദിവസം ലേറ്റ് ആയപ്പോൾ ചോദിക്കും ഇത് വെക്കുന്നില്ലേ എന്ന്. അപ്പം എല്ലാവർക്കും വലിയൊരു സന്തോഷമാണ്. അവർ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും അവരുടെ ബന്ധുക്കളെ വിളിച്ചുകൊണ്ട് വരാനും ഒക്കെ വളരെ സന്തോഷമാണ്. അപ്പം അവരുടെ കൊച്ചുകുട്ടികളുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് വളരെ ഹാപ്പിയാണ്. രാത്രി ആയിരിക്കും ലൈറ്റൊക്കെ ചെയ്ത് ഭയങ്കര ബ്യൂട്ടി ആയിരിക്കും. അതെ, രാത്രി നല്ല ഭംഗിയാണ്. അപ്പം രാത്രി 12 മണി 1 മണി വരെയൊക്കെ ആൾക്കാർ ഈ തിരക്കെല്ലാം, റോഡിലെ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് വന്ന് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ വരുന്ന ആൾക്കാരുമുണ്ട്. ഈ സാന്താക്ലോസിനെയൊക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണോ? അതെ, ഞങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഇത് വെൽഡ് ചെയ്ത് തന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പിന്നെ രഘു എന്നാണ് പറയുന്നത്. തുണ്ടുമണ്ണുംകരയിലുള്ള രഘുവാണ് അത് വെൽഡ് ചെയ്ത് തരും. നമുക്ക് വെൽഡിങ് പരിപാടി അറിയത്തില്ല, അപ്പോൾ പുള്ളി വെൽഡ് ചെയ്ത് തരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുവാനും. ഞങ്ങൾ അധ്യാപകനാണ്. ഏത് സ്കൂളിലാണ്? ഞാൻ കാർത്തികപ്പള്ളി സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കലാധ്യാപകനാണ്. അതാണ്. ഇതിനൊക്കെ സമയം കിട്ടുന്നുണ്ടല്ലേ? സമയം നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഒന്നിനും നമ്മൾ സമയം കിട്ടുന്നു എന്നുള്ളതല്ല, അതിനെ കണ്ടെത്തി ചെയ്യുക എന്നുള്ളതാണ്. വൈഫ് ഇപ്പോൾ ഉണ്ട്, പേര് സോണിയ. ഇതിനൊക്കെ സഹായിക്കാറുണ്ടോ? ഹെൽപ്പ് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നു. അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമല്ലേ. പിന്നെ നമ്മളതിന്റെ കൂടെ കൂടുക. നല്ല കൗതുകമാണല്ലോ. എല്ലാവരും വന്നിട്ട് എന്നാ പറയുന്നു? എല്ലാവർക്കും സന്തോഷമാണ് ഇത് കാണുമ്പോൾ. ഇത് ആരാ ചെയ്തത്, എവിടെ, ഇത് വീടാണോ, വീട്ടിൽ ചെയ്തതാണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഞാൻ നോക്കിയപ്പോൾ നല്ലൊരു ബെത്ലഹേമിലെ ഒരു താഴ്വാരയുടെ രീതിയിൽ മോഡലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വീടിനകത്ത് കയറിയപ്പോൾ നല്ല തണുപ്പുമാണ്. അപ്പം മഞ്ഞിൻ്റെ കുറവും കൂടി ഉള്ളല്ലേ? അതെ, തീർച്ചയായിട്ടും. ഈ ഡിസംബർ എന്ന് പറയുമ്പോൾ ഒരു തണുപ്പാണല്ലോ. പക്ഷെ ഞങ്ങളുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം എത്ര വേനൽക്കാലത്തും ഇതിൻ്റെ അകത്തൊരു ഒരു ഒരു തണുപ്പ് നിൽക്കും. പൂർണ്ണമായിട്ടും ഇങ്ങനെ മറ്റേ ഒരുപാട് ചെടികളും അല്ലേ, വള്ളിപ്പടർപ്പൊക്കെ അങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് വള്ളിപ്പടർപ്പുകൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ക്യാറ്റ്സ് ക്ലവ്, കർട്ടൻ പ്ലാന്റ്, അതുപോലെ മണിമുല്ല. അത് ഒരു മാർച്ച് ആകുമ്പോഴത്തേക്കും ഞങ്ങളുടെ വീടിൻ്റെ കളറെന്ന് പറഞ്ഞാൽ മഞ്ഞയാണ്. ഡിസംബർ ആകുമ്പം ഞങ്ങളുടെ വീടിൻ്റെ കളറെന്ന് പറഞ്ഞാൽ വെള്ളയാണ്. അത് ഈ ചെടികളുടെ പൂക്കൾ ഉണ്ടാകുന്നതിനനുസരിച്ചാണ് കളറ് മാറ്റം സംഭവിക്കുന്നത്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം, ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് പാമ്പ് കടിച്ച് ചാവുമെന്ന്. ഇതിൻ്റെ അടിയിൽ വരാനുള്ള കമൻസ് ഞാൻ ഇച്ചിരി നേരത്തെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. തീർച്ചയായിട്ടും പറയും. കാരണം നെഗറ്റീവ്സ് ഒത്തിരി വരുമല്ലോ. കാരണം നമുക്കറിയാം നമ്മളിവിടെ എന്ത് സേഫ്റ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. വെളിയിൽ നിന്ന് കാണുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മളൊരു ട്രോപ്പിക്കൽ ഹോം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതെങ്ങനെ പാമ്പിനെയൊക്കെ ഇഴജന്തുക്കളുടെ ശല്യമൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നുണ്ടോ? ഇഴജന്തുക്കളുടെ ശല്യം ഇതുവരെ നമുക്ക് ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. പിന്നെ കാരണം എന്ന് പറഞ്ഞാൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാർബോൾ എന്ന് പറയുന്ന ഒരു ജെല്ലുണ്ട്, അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതുവരെ അങ്ങനത്തെ ഒരു വിഷപ്പാമ്പുകളെ ഒന്നും ഇവിടെ കണ്ടിട്ടില്ല.
എന്താണ് അകത്തൊക്കെ നല്ല ചെടികളൊക്കെ ഉണ്ട്, എന്താണ് പ്രത്യേകമായിട്ടുള്ള ചെടികളൊക്കെ ഉണ്ടോ? ഇൻഡോർ പ്ലാന്റ്സ് ആണ് വെച്ചിരിക്കുന്നത്. ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലോ ലൈറ്റിൽ നിൽക്കുന്ന ചെടികളാണ് നിൽക്കുന്നത്. നമ്മൾ ടെറാറിയം, അതായത് ക്ലോസ്ഡ് ടെറാറിയംസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരു 6 മാസത്തേക്കാണെങ്കിലും ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കണ്ട. കാരണം അതിൻ്റെ അകത്ത് പ്രകൃതി തന്നെ മഴ പെയ്ക്കും, ഓക്സിജൻ ഉണ്ടാക്കും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കും, അവിടെ സൂക്ഷ്മജീവികളുണ്ട്. ഒരു ഭൂമിയുടെ ഒരു ചെറിയ പതിപ്പ് എന്ന് തന്നെ പറയാം. അത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊരു പ്രകൃതി സ്നേഹിയാണെന്ന് മനസ്സിലായി. അപ്പോൾ എങ്ങനെയാണ് ഈ ചെടികളോടും ഇങ്ങനെയുള്ളൊരു ഇഷ്ടം തോന്നിയത്? ചെറുപ്പം മുതലേ ചെടികളോടൊക്കെ നല്ല താല്പര്യമുണ്ട്. അപ്പം ആ ഒരു സമയത്ത് നമുക്ക് സാമ്പത്തികം, കാരണം ചെടി മേടിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പം നമുക്കൊരു ജോലിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എവിടെയെങ്കിലും പോയാൽ നഴ്സറി കണ്ടാൽ ഇവൾ പറയും നേരെ വിട്ടുവെക്കോ, കയറണ്ടെന്ന് പറയും. കാരണം നമ്മൾ ഒരു നല്ല ചെടി കണ്ടാൽ അത് വാങ്ങും ശരിക്കും. കാരണം നമുക്കൊരു പിന്നെ ആഗ്രഹം എന്ന് പറയുന്നത്, ഇത് 5 സെൻറ്റ് സ്ഥലത്തിനകത്താണ് വീട് ഉൾപ്പെടെ നിൽക്കുന്നത്. അപ്പം മരങ്ങളും ചെടികളും ഒക്കെ വെക്കാൻ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് നമ്മുടെ സാഹചര്യം അനുവദിക്കുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ വീടിനെ തന്നെ അത് പച്ചപ്പ് പൊതിഞ്ഞെടുത്തു എന്ന് പറയും. അപ്പം പിന്നെ വേറൊരു കാര്യം കൊണ്ടിട്ട് ആൾക്കാർ പറയും പെയിൻ്റ് അടിക്കാതിരിക്കാനുള്ള ഇവൻ്റെ നമ്പറാന്ന് പറയും. ശരിക്കും എനിക്കിവിടെ വന്നപ്പോൾ തന്നെ ഒരു മനസ്സിനൊരു ശാന്തത പോലെ തോന്നുന്നു. അപ്പം നിങ്ങളിവിടെ താമസിക്കുന്ന ആളുകൾക്ക് അറിയത്തുള്ളൂ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സ് എത്രത്തോളം റിലാക്സ് ആകാൻ പറ്റുന്നത്. കാരണം നമ്മൾ വലിയൊരു ടെൻഷൻ ഒക്കെ വരുമ്പോൾ സമയത്ത് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് കയറി അത് അവിടെ ഒക്കെ സീറ്റിംഗ് ഒക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ഇരിക്കുക, കാര്യങ്ങൾ സംസാരിക്കുക. ചിലപ്പം എല്ലാ വീട്ടിലും ചില തർക്കങ്ങളൊക്കെ കാണുമല്ലോ. അപ്പം പെട്ടെന്ന് പ്രഷറൊക്കെ കുറയ്ക്കണമെങ്കിൽ നമുക്ക് ജസ്റ്റ് പൊട്ടിത്തെറിക്കാതെ വെളിയിലോട്ടൊന്ന് ഇറങ്ങിയാൽ മതി. 5 മിനിറ്റ് കൊണ്ട് സാധനം റെഡിയാവും. ടെൻഷൻ ഫ്രീ അവിടെ, ടെൻഷൻ ഫ്രീ ആണ്. എന്ത് ചേച്ചി പറയുന്നത്? സോണിയാജി എന്ത് പറയുന്നു? പറഞ്ഞ പോലൊക്കെ തന്നെ ഉള്ളൂ. ഇതുമായിട്ട് ഇണങ്ങി അതെ, കുട്ടികളൊക്കെ അവരെന്ത് പറയുന്നു? അവരും ഹാപ്പിയാണ് ഇതിൽ. അവരുടെ കൂടുതൽ എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ കൊണ്ടുവരുമ്പോൾ ഈ ചെടി നമുക്ക് അകത്ത് വെച്ചാലോ അമ്മയെന്ന് ചോദിച്ചുകൊണ്ട് വരാറുണ്ട് അവൻ. എല്ലാവർക്കും ഒരു പോസിറ്റീവ് ഇതുണ്ട് ഇവിടെ. അതെ, പോസിറ്റീവ് ആണ് എല്ലാവർക്കും. നല്ലൊരു വൈബല്ലേ. ജോലിയുണ്ടോ? ഞാൻ ടീച്ചറായിരുന്നു. ഇപ്പം നെറ്റിൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്തു. ഏതായാലും ഇപ്പോൾ ഈ ക്രിസ്മസിനെ വരവേൽക്കുന്നതിന് പ്രത്യേക പരിപാടികളും വല്ലതും ഉണ്ടോ? ഈ പ്രത്യേക പരിപാടികളെന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് എൻ്റെ ഒരു ഉപ്പാപ്പനുണ്ട്, ബിജു ചാണ്ടി, കുമ്പക്കാട്. പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ സ്പീക്കറൊക്കെ വെച്ച് ഭയങ്കര വൈബാക്കിയേനെ. പുള്ളി പക്ഷേ ജോലി സ്ഥലത്ത് 29-ാം തീയതി വരത്തുള്ളൂ. അത് നമുക്ക് വലിയൊരു നഷ്ടമാണ്. അത് മൊത്തം അടിപൊളിയാണ് ഇവിടെ പിള്ളേരെ കുട്ടികളെ. നമ്മുടെ ഈ ഏരിയയെ നല്ല ആൾക്കാർ, നല്ല ഒരു സെറ്റ് സ്ഥലമാണ് നമ്മുടെ ഇവിടെ. നാളെ വലിയ ശല്യങ്ങളൊന്നുമില്ല. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഇതൊന്നും ഇങ്ങനെ വെക്കാൻ പറ്റില്ല. അന്നേരെ എന്തെങ്കിലും തരത്തിൽ നശിപ്പിച്ച് കളയും. അങ്ങനെയൊന്നും പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത വളരെ ശാന്ത സൗഹൃദപരമായിട്ടുള്ള ഞങ്ങളുടെ വെട്ടൂർ ഗ്രാമമാണിത്. എന്തായാലും നല്ലൊരു വെട്ടൂർ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് നല്ലൊരു ദൃശ്യവിരുന്നാണ് ഈ ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും. വെട്ടൂർ എന്ന് പറയുന്നത് ആയിരവില്ലൻ ക്ഷേത്രമാണ് ഞങ്ങളുടെ മെയിൻ ഒരു ഇവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. അവിടുത്തെ ഉത്സവം കാര്യങ്ങളൊക്കെയാണ്. അപ്പം വെട്ടൂരിൻ്റെ ഒരു ശാന്തത, വെട്ടൂർ ഗ്രാമത്തിൻ്റെ ഒരു ഭംഗി, ആ ഒരു ഭംഗി തുടങ്ങുന്നത്, വെട്ടൂർ ഗ്രാമം ആരംഭിക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ ആ ഒരു സന്തോഷം നമുക്കുണ്ട്. മുകളിലത്തെ നിലയിൽ ഒരു ഏറുമാടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൂടാതെ നമ്മളവിടെ ടെറസിൽ പച്ചക്കറികളൊക്കെ മുമ്പ് നട്ടിരുന്നു. ഇപ്പോൾ അതെല്ലാം കുറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അവധിക്കൊക്കെ ഇനി അതൊന്ന് ശരിയാക്കി എടുക്കണം. കൂടുതൽ പച്ചക്കറികൾ നടും. ഞങ്ങൾ ഒരുപാട് പച്ചക്കറികൾ നട്ട് കൃഷി ചെയ്ത് വിളവെടുത്ത് പാചകം ചെയ്ത് കഴിച്ചിട്ടുള്ളതാണ്. വിഷമില്ലാത്ത പച്ചക്കറികൾ. അതെ, മുകളിലും താഴെ എല്ലാം ചുറ്റും ഗാർഡനാണ്, ഉള്ളിൽ പോലും. ഇപ്പം ക്രിസ്മസ് ആഘോഷം എങ്ങനെയാണ് ഈ വെട്ടൂര്? ഇവിടെ തന്നെ എപ്പോഴും നമുക്ക് മെയിനായിട്ട് അച്ചാച്ചൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് നമുക്ക് കൊണ്ടുവരും. ഇവിടെ എനിക്ക് തോന്നുന്നു ക്രിസ്മസ് ആകുമ്പോൾ ഇവിടെ ഫുൾ ആൾക്കാർ. രാത്രി 3 മണി വരെയാണ് ഇവിടെ ആൾക്കാർ. ഭയങ്കര രസമാണ് ഇവിടെ. ഉറപ്പായിട്ടും കൗതുകമാണ്. ഇതുവഴി പോകുമ്പോൾ വലിയൊരു കൗതുകമാണ്. പിന്നെ ഡിസംബർ ആകുമ്പോഴത്തേന് ഞങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കും. ഇപ്പം ഫ്രണ്ട്സ് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഉണ്ടാക്കാൻ. ഈ വർഷത്തെ വെറൈറ്റി എന്താണെന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും. ഞാൻ എന്തായാലും പറഞ്ഞു, നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നല്ല കാടും തണുപ്പൊക്കെയാണ്. ഒരു മഞ്ഞും കൂടെ നമുക്ക് സെറ്റ് ചെയ്താൽ അടുത്ത പ്രാവശ്യം വേണമെങ്കിൽ നമുക്ക് അതിന് ശ്രമിക്കാം. സാധാരണ മഞ്ഞ് സെറ്റ് ചെയ്യുന്ന ഒരു വെറൈറ്റി ആയിട്ട് മഞ്ഞ് മാറ്റിയതാ ഈ വർഷം. എല്ലാ വർഷവും മഞ്ഞാ, ഇപ്പൊ മഞ്ഞ് മാറ്റിയതാ. അപ്പൊ ഈ വർഷം മഞ്ഞ് തണുപ്പ് കൂടുകയും ചെയ്തതാണ്. അങ്ങനെ ഇത്തവണത്തെ ക്രിസ്മസിനെ വരവേൽക്കാൻ ഈ വീട് തന്നെ ഒരു ക്രിസ്മസ് ട്രീ ആക്കി മാറ്റിക്കൊണ്ട് മനോഹരമായ ദൃശ്യവിരുന്നാണ് പ്രിൻസ് കുമ്പക്കാടനും ഭാര്യ സോണിയും മക്കളും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ വരുന്ന നാട്ടുകാർക്കും അതേറെ കൗതുകമാണ്. നാട്ടുകാരും ഈ ദൃശ്യവിരുന്നിന് ഹൃദ്യമായ സ്വീകരണവും ആവേശത്തോടെയാണ് വരവേൽക്കുന്നതും. എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, പത്തനംതിട്ട.